ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരു അത്ഭുതം നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ്. സാധാരണ 56 വയസ്സിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ നമ്മൾ വിരമിപ്പിക്കും. 60 കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറയും. എന്നാൽ ഒരു നാടിന്റെ മൊത്തം ഭാവി നിശ്ചയിക്കാൻ ഇവിടെ വേണ്ട മിനിമം യോഗ്യത 80 വയസ്സ് തികയുക എന്നതാണോ? 82 വയസ്സുള്ള ഒരു കാരണവർക്ക് വീണ്ടും ചെങ്കോലും കിരീടവും കൊടുക്കാൻ പാടുപെടുന്ന നമ്മുടെ നാട്ടിലെ വിപ്ലവ പാർട്ടിയെ സമ്മതിക്കണം. ഒരു ചായ കുടിച്ച ഗ്ലാസ് കഴുകി വെക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന പ്രായത്തിൽ 3 കോടി അല്ല 3.5 കോടി ജനങ്ങളെ ഭരിക്കാൻ ഇദ്ദേഹം തന്നെ വേണമെന്ന് പറയുന്നതിലെ ആ ലോജിക് ഉണ്ടല്ലോ, സമ്മതിച്ചു തരണം. നിങ്ങളുടെ വീട്ടിൽ 80 കഴിഞ്ഞൊരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ, നാളെ മുതൽ ഈ പഞ്ചായത്ത് ഒന്ന് ഭരിക്കാമോ എന്ന്. അവർ നിങ്ങളെ തല്ലാൻ വരും. കാരണം ആ പ്രായത്തിൽ അവർക്ക് വേണ്ടത് കൊച്ചുമക്കളെ കളിപ്പിക്കലും വൈകുന്നേരം അല്പം പ്രാർത്ഥനയോ വിശ്രമമോ ഒക്കെയാണ്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം അങ്ങനെയല്ല. ചിന്തകളും പ്രവൃത്തികളും വാർദ്ധക്യത്തിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ച് കസേരയിലിരുത്താൻ ഇവിടെ ആളുകളുണ്ട്. ഒരു MLA ആയി ഇരിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഒരാളെ എന്തിനാണ് നമ്മളിങ്ങനെ പീഡിപ്പിക്കുന്നത്? അദ്ദേഹത്തിന് വിശ്രമം കൊടുത്തൂടെ? അതോ അദ്ദേഹം പോയാൽ ആ പാർട്ടിയിൽ വേറെ ആണുങ്ങളില്ലേ? ആണുങ്ങൾ തന്നെ വേണമെന്നുണ്ടോ അല്ലേ? സ്ത്രീകളെയൊക്കെ അടിച്ച് നിരപ്പാക്കുകയല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ ഭരിക്കുന്നത് ഈ വയോധികരാണോ? ഒരിക്കലുമല്ല. ഈ മനുഷ്യനെ ഒരു ഷോ പീസാക്കി മുൻപിൽ നിർത്തിക്കൊണ്ട് പിന്നാമ്പുറത്ത് ചിലർ അർമാദിക്കുകയാണ്. ശിവശങ്കരൻ എന്ന ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇരുന്ന് സ്വർണം കടത്തിയതും യൂണിറ്റാക്ക് വിഴുങ്ങിയതും നമ്മൾ കണ്ടു. അന്ന് മുഖ്യമന്ത്രി ചോദിച്ചത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്നാണ്. 82-ാം വയസ്സിൽ അദ്ദേഹം എങ്ങനെ അറിയാനാണ്? ഇപ്പൊ P ശശിയെ പോലെയുള്ളവർ മൈതാനം നിറഞ്ഞു കളിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്നതല്ല, അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന ഉറപ്പിലാണ് ഈ സെറ്റപ്പുകൾ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളം എന്നൊരു രജിസ്റ്റർ ചെയ്യാത്ത കമ്പനി പോലെയാണ്. മുതലാളിക്കൊന്നും അറിയില്ല, മാനേജർമാർ മുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് അദ്ദേഹം പവർഫുൾ ആണെന്നൊന്ന് വിശ്വസിച്ച് നോക്കാം. എന്നിട്ട് എന്താണ് അവസ്ഥ? പ്രായത്തിന്റെ പ്രശ്നങ്ങൾ മാറ്റിവെച്ചാൽ പോലും കേരളത്തെ കടക്കണിയിലാക്കുക എന്നല്ലാതെ മറ്റൊരു വലിയ കാര്യം ഇദ്ദേഹം ചെയ്തതായി നിങ്ങൾ ചരിത്രത്തിലുണ്ടോ? കേരയിൽ എന്ന് പറഞ്ഞ് കല്ലിട്ടു, പിന്നെ അത് കാണാനില്ല. പക്ഷെ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ തട്ടിയെടുത്തു. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളെ കൊല്ലുന്നു. നമ്മുടെ മുഖ്യമന്ത്രി മാത്രം ഒന്നും അറിയുന്നില്ല. ബോധമുണ്ടായാലും ഇല്ലെങ്കിലും മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് ചുരുക്കം. അതിനുള്ള രാഷ്ട്രീയ ബോധമോ ഭരണ നൈപുണ്യമോ ഇല്ലാത്ത ഒരാളെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ച് നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. പാവം ജനങ്ങൾ. എന്തായാലും ജനം ഈ നാടകം കണ്ടു മടുത്തു. വടികുത്തി നടക്കേണ്ട പ്രായത്തിൽ വോട്ട് ചോദിച്ചു വരുന്ന ഈ വയോധികനെ ജനം സമാധാനമായി വിശ്രമിക്കാൻ വീട്ടിലേക്ക് അയക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൊച്ചുമക്കളോട് പണ്ട് നടന്ന വിപ്ലവ കഥകളൊക്കെ പറഞ്ഞ് സമാധാനമായി വിശ്രമിക്കേണ്ട ഒരാളെ വീണ്ടും കേരളത്തിന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്ന ഈ വിപ്ലവ പ്രചാരണം, അത് കാണുമ്പോഴാണ് സഹതാപം തോന്നുന്നത്. ഈ 82-കാരനെ വീണ്ടും ജയിപ്പിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നത് സത്യത്തിൽ പിണറായിയോട് ചെയ്യുന്ന സ്നേഹമല്ല, മറിച്ച് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. നിങ്ങൾ എന്ത് പറയുന്നു? കേരളത്തിന് വേണ്ടത് ഫ്രഷായ ചിന്തകളുടെ യുവത്വമാണോ, അതോ പഴയ തുരുമ്പിച്ച റെക്കോർഡ് പോലെ ആവർത്തിക്കുന്ന ഈ വയോധിക ഭരണമാണോ? മുഖ്യമന്ത്രിക്ക് ഇനി വിശ്രമം കൊടുക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.